ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലേച്ചാർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രാണവായു എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി ഒരു മലയാളം ഷോർട്ട് സ്റ്റോറിയാണ് അംബികാസുധൻ മങ്ങാടിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മലയാളം ലിറ്ററേച്ചറിലെ ഒരു പോസ്റ്റ് മോഡേൺ റൈറ്ററാണ്. അദ്ദേഹം പ്രൊഫസറായിരുന്നു, അതേപോലെ തന്നെ റൈറ്റർ, എൻവയൺമെൻറ്റലിസ്റ്റ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിൽ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ മലയാളം ആണ്, മാതൃഭൂമി ഡെയിലിയിലാണ് ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് എ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമുക്കിപ്പോൾ വായിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ കഥ തന്നെ. ഷോർട്ട് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ ലോങ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറികൾ കാണും അല്ലേ. ഇത് ഷോർട്ട് തന്നെയാണ് കേട്ടോ, ഷോർട്ടായിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കഥയിൽ മെയിനായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസ്റ്റോപ്പിയൻ ടൈം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അതായത് എന്താ പറയുക, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഭയങ്കര സഫറിങ് ഉള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥ, ഓക്സിജൻ പൈസ കൊടുത്ത് വാങ്ങേണ്ടുന്ന, കിറ്റായിട്ട് വാങ്ങേണ്ടുന്ന അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക കഥയിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. When the doorbell rang, Anisha rushed to the front and opened it. ബെല്ലടിക്കുകയാണ്, എന്താ പറയുക ഡോർബെല്ല് മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനീഷ, നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടർ അനീഷ വേഗം പോയിട്ട് ഫ്രണ്ട് ഡോറ് പോയിട്ട് തുറക്കുന്നുണ്ട്. സീയിങ് വരുൺസ് എംപ്റ്റി ഹാൻഡ്സ് ഷീ ആസ്ക്ഡ് ഡെസ്പറേറ്റ്ലി, ഡിഡ്ന്റ് യു ഗെറ്റ് ഈവൻ എ സിംഗിൾ കിറ്റ്? അപ്പോൾ ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള വരുണാണ് അവിടെ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുടെ കയ്യിൽ നോക്കുമ്പോൾ ആളുടെ കയ്യിൽ ഒന്നുമില്ല, എംപ്റ്റി ഹാൻഡ്സ് ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ നിരാശയോട് കൂടിയിട്ട് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കണം, വരുണിൻ്റെ അടുത്ത് ചോദിക്കണം, ഒരു സിംഗിൾ കിറ്റ് പോലും നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് വളരെ നിരാശയോടുകൂടി ചോദിക്കണം. എന്തിൻ്റെ കിറ്റാണ്? അരുൺ നോഡഡ് എ ഡിജക്റ്റഡ് നോ. അപ്പോൾ ഇല്ല എന്നുള്ള രീതിക്ക് അദ്ദേഹം തല കുലുക്കുകയാണ്. ആൻ അൺബെയറബിൾ ഫിയർ പ്രസിപ്പിറ്റേറ്റഡ് ഇൻ ഹെസ് ഐസ്. അയാളുടെ കണ്ണിലൊരു എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത തരത്തിലൊരു പേടിയോ വിഷമോ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ വരുന്നതായിട്ട് ഫീൽ ആവുകയാണ്. ഹി വാക്ക്ഡ് ഇൻ സൈലൻ്റ്ലി, ലേ ഫ്ലാറ്റ് ആൻഡ് ടയേർഡ് ഓൺ ദ കൗച്ച് വിതൗട്ട് ബോദറിങ് അബൌട്ട് ഹിസ് ഷൂസ്. മിണ്ടാണ്ട് അകത്തോട്ട് പോകുന്നു. എന്നിട്ട് ആ ഒരു സോഫയിൽ കാലിലെ ഷൂ അഴിച്ചു വയ്ക്കാൻ പോലും ചിന്തിക്കാതെ അങ്ങനെ ഫ്ലാറ്റായിട്ട് വീഴുകയാണ്. അനീഷ സാറ്റ് ബിസൈഡ് ഹിം ആൻഡ് ജെന്റ്ലി റിമൂവ് ദ ഷൂസ്. അപ്പോൾ അനീഷ അടുത്തിരിക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഷൂസൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അറ്റംപ്റ്റിങ് എ നാച്ചുറൽ വോയിസ് വരുൺ ക്വയർഡ്. അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് ഉള്ള ശബ്ദമാക്കി വരാൻ ശ്രമിച്ചുകൊണ്ട് വരുൺ ചോദിക്കുകയാണ്, വെർ ആർ ദ കിഡ്സ്? കുട്ടികളൊക്കെ എവിടെ? ബോത്ത് ആർ ഇൻ ദ സ്റ്റഡി ആൻഡ് ഇറ്റ്സ് ഓൺലി 4 days ഫോർ എക്സാംസ്. രണ്ടുപേരും പഠിക്കുകയാണ്, എക്സാമിന് ഇനിയിപ്പോൾ 4 ദിവസമല്ലേ ഉള്ളൂ. വരുൺ തോട്ട് ഇറ്റ് ബെറ്റർ ടു സ്പീക്ക് ഔട്ട് തിങ്സ്. അനീഷ, ഐ വാണ്ടഡ് ത്രൂ ഔട്ട് ദ സിറ്റി. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആൾ പറയാണ്, ഞാൻ സിറ്റി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നോക്കി. ദർ ഇസ് നോട്ട് ഈവൻ എ സിംഗിൾ ഓക്സിജൻ ബൂത്ത് ഓപ്പൺ എനിവർ. എവിടെയും ഒരു ഓക്സിജൻ ബൂത്ത് പോലും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തിനാണ് അവൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്സിജൻ കിറ്റ് കിട്ടുന്നതാണ് കാത്തിരുന്നിരുന്നത്. പക്ഷേ ആൾക്ക് ഒരു ഓക്സിജൻ കിറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ഒരു കാലഘട്ടത്തിൽ ഓക്സിജൻ ബൂത്തുകളുണ്ട്, ഓക്സിജൻ കിറ്റുകളായിട്ട് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ബൂത്തുകളുണ്ട്. കാരണം ആ ഒരു മാസ്കും ഓക്സിജൻ്റെ കിറ്റും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചു പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇൻ മെനി പ്ലേസസ് അജിറ്റേറ്റഡ് ക്രൗഡ്സ് ഡിസ്ട്രോയിഡ് ദ ബൂത്ത് ടു സ്നാച്ച് ദ ഓക്സിജൻ കിറ്റ്സ്. പല സ്ഥലങ്ങളിലും ഈ അടഞ്ഞു കിടക്കുന്ന ഓക്സിജൻ ബൂത്തുകളൊക്കെ ഇങ്ങനെ ദേഷ്യം വന്നിട്ടുള്ള പരിഭ്രാന്തരായിട്ടുള്ള ആളുകൾ കടിച്ച് തകർത്തിട്ട് അകത്തുനിന്ന് ഓക്സിജൻ കിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പീപ്പിൾ ആർ ലൈങ് ഡൗൺ ഓൺ ദ റോഡ്സ് നിയർ ദി ബൂത്തേക്ക് പോകുന്ന റോഡിലൊക്കെ ആളുകൾ കിടക്കുന്നുണ്ട്. ബ്രീത്തിങ് ഇൻ ദ ഫോൾ എയർ, ദേ ആർ ഷേക്കിംഗ് ആൻഡ് ഷിവറിങ് ലൈക്ക് ആസ്മ പേഷ്യൻസ്. ആ ഒരു പൊട്ട എയർ ബ്രീത്ത് ചെയ്തുകൊണ്ട് ആളുകൾ വിറയ്ക്കുകയും ആസ്മ പേഷ്യൻസിനെ പോലെ ഷെയ്ക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഹാഫ് ഡെഡ് ഫിഷസ് ഓൺ ദി ഷോ. നമ്മളൊരു തീരത്ത് ഒരു മത്സ്യത്തിനെ പിടിച്ചിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ, എന്താ ശ്വാസം കിട്ടാണ്ട് പെടയണം കാണില്ലേ, അതുപോലെയാണ് അവിടെ ആളുകൾ കിടന്ന് പിടച്ചോണ്ടിരിക്കുന്നത് ഓക്സിജൻ കിട്ടാതെ. ആഫ്റ്റർ ഗൾപ്പിംഗ് ഡൗൺ എ തോട്ട് ഹി ആഡഡ് അനീഷ, ഡോണ്ട് യു ബി സ്കെയർഡ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ പറയുക, ഒരു പുതിയൊരു ചിന്ത വന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ചിന്തയെന്നെ ഗൾപ്പ് ചെയ്തിട്ട് വിഴുങ്ങി ഇറക്കിയതുപോലെ ആൾ ചോദിക്കുകയാണ്, നിനക്ക് പേടിയില്ലേ? മെനി പീപ്പിൾ ലൈങ് ഓൺ ദ സ്ട്രീറ്റ്സ് വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിജൻ. ഒരുപാട് പേര് തെരുവിൽ ഓക്സിജൻ കിട്ടാണ്ട് കിടക്കണു. യുനോ ദർ ആർ 2 bodies ലൈങ് ജസ്റ്റ് ബിലോ അവർ ഫ്ലാറ്റ് 2. നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയും 2 ഡെഡ് ബോഡികൾ കിടക്കുന്നുണ്ട്. അനീഷ ലുക്ക് ഷോക്ക്ഡ് ആൻഡ് ഫ്രൈറ്റൻഡ്. അതോട് കേട്ടപ്പോഴേക്കും അനീഷ ആകെ പേടിച്ച് തരിച്ചു പോവുകയാണ്. ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി. അനീഷയോട് പറയുന്നത് ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ഷാമമാണ്, ദൗർലഭ്യമാണ്.
സം സേ വി വുഡ് ഗെറ്റ് ദി കിറ്റ്സ് ഇൻ ബ്ലാക്ക് മാർക്കറ്റ്സ്. കാരണം ഈ പറയുന്ന ഓക്സിജൻ്റെ കിറ്റൊക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇല്ല എന്നൊക്കെ വെറുതെ പറയണം. അവർ വില കൂട്ടിയിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്ഷാമം, ഒരു ലുക്കാണ് ഉണ്ടാക്കുന്നത്. വെൻ ദ ന്യൂസ് അബൌട്ട് ദ സ്കാർസിറ്റി വാസ് broadcast on the channels, rich people started piling up a lot of kits. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സ്കാർസിറ്റിയാണ്, എന്താ പറയുക, ഓക്സിജൻ കിറ്റൊന്നും കിട്ടാനില്ല, ക്ഷാമമാണ് അല്ലെങ്കിൽ കുറവാണെന്ന് പറയുമ്പോൾ പൈസയുള്ള ആളുകൾ, റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, കുറേ കൂന കണക്കിന് അല്ലെങ്കിൽ കെട്ട് കണക്കിന് എന്താ പറയുക ഓക്സിജൻ കിറ്റ് വാങ്ങിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്, നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. മേ ബി ദ കമ്പനീസ് മേക്ക് ദിസ് ആർട്ടിഫിഷ്യൽ സ്കാർസിറ്റി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദി കിറ്റ്. അങ്ങനെയാകുമ്പോൾ ആളുകൾ പൈസയുള്ളവർ വാങ്ങിക്കാൻ, അത്യാവശ്യമുള്ളവരൊക്കെ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ് കൂട്ടും, വില കൂട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ സ്കാർസിറ്റി ആണ് എന്നൊരു ചിന്ത നാട്ടിൽ പരത്തിരിക്കുന്നത്. സാധനം കിട്ടാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, അവർക്ക് വില കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓൾ ദീസ് ക്രൈസിസ് ബിഗാൻ സൂൺ ആഫ്റ്റർ ദി ഗവൺമെൻറ് റിമൂവ് ദ സബ്സിഡി റേറ്റ്സ് ഫോർ ദി ഓക്സിജൻ കിറ്റ്സ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് ഓക്സിജൻ കിറ്റിലുണ്ടായിരുന്ന ആ ഒരു സബ്സിഡിയൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയില്ല. അതോട് കൂടിയിട്ടാണ് ഈ പ്രശ്നമൊക്കെ തുടങ്ങിയത്. അറൗണ്ട് 7,000 പീപ്പിൾ ഡൈഡ് ഇൻ ദ സ്റ്റേറ്റ് യെസ്റ്റർഡേ. 7,000 ആളുകൾ ഇന്നലെ നമ്മുടെ സ്റ്റേറ്റിൽ മരിച്ചിട്ടുണ്ട്. അനീഷ വാസ് പസിൽഡ്. വുഡ്ന്റ് ദ ഗവൺമെൻറ് ബി ആൻസറബിൾ വെൻ ഇന്നസെൻറ്റ് പീപ്പിൾ ഡൈ ലൈക്ക് ദിസ്? ദ ഇലക്ഷൻസ് ആർ ഓൾസോ അപ്രോച്ചിങ്. ഇലക്ഷനൊക്കെ വരാൻ പോവുമല്ലേ. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ, ഒരു കുറ്റം ചെയ്യാത്ത ആളുകൾ, നിരപരാധികളായ ആളുകളൊക്കെ മരിച്ചു വീഴുന്നതിൽ ഗവൺമെൻറ്റിന് ആൻസറബിൾ അല്ലേ? അവരതിന് മറുപടി പറയേണ്ടതല്ലേ, സൊല്യൂഷൻ കാണേണ്ടതല്ലേ എന്നൊക്കെ അനീഷ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്. വരുൺ സ്മൈൽഡ് ക്വിസിക്കലി. വരുൺ എന്താ പറയുക, ഒരു വളരെ സ്ട്രേഞ്ച് ആയ രീതിയിൽ അവൻ ചിരിക്കുകയാണ്. ആൻ അൺഫെമിലിയർ സ്മൈൽ. എലക്ഷൻസ് ഹാവ് ടു ബി കോൾഡ് ഇജക്ഷൻസ്. ഇലക്ഷനൊക്കെ ഇപ്പോൾ ഇജക്ഷൻ എന്നാ പറയുക, അതായത് പുറന്തള്ളലാണ് അല്ലേ. എവറി 5 years പീപ്പിൾ ഇജക്ട് ദ ഗവൺമെൻറ് അൺഏബിൾ ടു ബെയർ ദം. ഓരോ 5 വർഷവും ആ 5 വർഷം ആരാണോ ഭരിച്ചത് അവരെ പുറത്താക്കും. കാരണം അവരെ സഹിക്കാൻ പറ്റൂല. ആ രീതിക്കായിരിക്കും ഓരോ 5 വർഷവും ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റം. ഇറ്റ് ഈസ് അബ്സേർഡ് ടു കോൾ ദിസ് പ്രോസസ് ആസ് എലക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എലക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇജക്ഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇഫ് ദ ഗവൺമെൻറ് ഫെയിൽസ് ടു ഗിവ് ബ്രീത്തിങ് എയർ ടു ദ പീപ്പിൾ, വാട്ട് റൈറ്റ് ഡു ദേ ഹാവ് ടു കണ്ടിന്യൂ? ശ്വസിക്കാനുള്ള ഓക്സിജൻ പോലും തരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കില്ലെങ്കിൽ അവർക്ക് തുടരാൻ വേണ്ടിയിട്ട് എന്ത് അർഹതയാണുള്ളത്? അനീഷ പുൾഡ് ഹെർസെൽഫ് ക്ലോസർ ടു വരുൺ. അപ്പം അനീഷ വരുണിൻ്റെ അടുത്തേക്ക് ഒന്നും കൂടെ ചേർന്നിരിക്കുകയാണ്. വരുൺ, ഐ ആം റിയലി സ്കെയർഡ്. എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. അനീഷ, the kids shouldn't see our worries and tensions. It should not affect their studies. Do not allow the children to access channels or newspapers. അപ്പോൾ അവരും പറയുകയാണ്, നമ്മുടെ കുട്ടികൾ ഈ ഒരു ടെൻഷനൊന്നും അറിയരുത്, അവർ ന്യൂസും TV ഒന്നും കാണാതെ നീ നോക്കണമെന്ന് പറയുകയാണ്. How foolishly you talk. They will know everything. The entire world is on their laptops and mobiles. I only ask them to study well. എന്ത് മണ്ടത്തരാണ് നിങ്ങൾ ഈ പറയണത്? അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലാപ്ടോപ്പിൽ കൂടെയും മൊബൈൽ കൂടെയൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവരോട് പഠിക്കാൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഓ, ഐ ഫോർഗോട്ട് ദാറ്റ്. ഡിഡ് യു ഗിവ് മെഡിസിൻ ടു ഡാഡ് ആൻഡ് മോം? അച്ഛനും അമ്മയ്ക്കും മരുന്നൊക്കെ കൊടുത്തുവോ? യെസ്, ബോത്ത് ഓഫ് ദം ഹാഡ്. ഡോണ്ട് വേക്ക് ദം അപ്പ്, ലെറ്റ് ദം ടേക്ക് എ ഷോർട്ട് ആഫ്റ്റർനൂൺ നാപ്പ്. ഉച്ചസമയമാണ്, പറഞ്ഞ് അവരെ എണീപ്പിക്കേണ്ട, അവർ ഒന്ന് മയങ്ങിക്കോട്ടെ. Didn't you put the regulator of the oxygen kit to the minimum when they were sleeping? അവർ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാണ് ആ വീട്ടിലുള്ളവരൊക്കെയും ഒരു ഓക്സിജൻ കിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ ആ ഒരു അവരുടെ ഉറങ്ങുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഓക്സിജൻ കിറ്റിൻ്റെ അളവ് മിനിമം ആക്കി വെച്ചിട്ടില്ലേ? കാരണം എന്നാൽ കുറച്ച് ഓക്സിജനിലേ ചിലവാകുള്ളൂ ഉറങ്ങുന്ന സമയത്ത്. അനീഷ നോഡഡ് യെസ്. While taking off his shirt, Varun said, everyone says kits will be available within a week. അപ്പം ഷർട്ട് മാറ്റുന്ന സമയത്ത് വരുൺ പറയുകയാണ്, എല്ലാവരും പറയുന്നു ഒരാഴ്ചയുടെ കിറ്റ് കിട്ടുന്നു. നമ്മൾ ഈ എന്താ പറയുക ഓണത്തിനും ഇതിനൊക്കെ പറയുന്നത് കിറ്റിൻ്റെ കാര്യം പറയുന്ന പോലെയാണ് അവരെന്ത് പറയുന്നത്, അവർ ഓക്സിജൻ കിറ്റിനെ കുറിച്ച് പറയുന്നത്. ഭയാനകമായ ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മേ ബി ചിലപ്പോൾ ഫ്യൂച്ചറിൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിറ്റുവേഷൻ നമുക്കും ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് അല്ലേ, പറയാൻ പറ്റില്ല. അപ്പോൾ there's not enough oxygen left to sustain us till then. I'm scared to death thinking about it. അപ്പോൾ അവൻ പറയുകയാണ്, അതുവരെ ആ ഒരു എന്താ പറയുക കിറ്റ് കിട്ടാൻ ഒരാഴ്ച എടുക്കും, അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഓക്സിജൻ പോലും നമ്മുടെ കയ്യിലില്ല. ഞാൻ ആ ചിന്തയിൽ തന്നെ അത് ചിന്തിച്ചിട്ട് തന്നെ ഞാൻ മരിക്കാറായിപ്പോയി. I put 2 kits in our wedding boxes, kept it there for using during an emergency. അപ്പോൾ പറയണേ, ഞാൻ അതിൽ 2 കിറ്റ് എടുത്തിട്ട് ഞാൻ നമ്മുടെ വെഡ്ഡിങ് ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും എമർജൻസി വന്നാൽ യൂസ് ചെയ്യാനായിട്ട്. വരുൺ സൈ സ്പാർക്കിൾഡ്. അപ്പോൾ വരുണ് ഭയങ്കര സന്തോഷമാവുകയാണ്. ദാറ്റ് വാസ് ഗുഡ്. യു ഡിഡ് തിങ്ക് ഇൻ്റലിജൻ്റ്ലി. സ്റ്റിൽ ഹൗ ലോങ് ക്യാൻ വീൽ ഗോ ലൈക്ക് ദിസ്? ഐ ഹാവ് അതർ പ്ലാൻസ് ഇൻ മൈ മൈൻഡ്.
പറഞ്ഞു അടിപൊളിയാണ്, നീ അത്രയും ബുദ്ധിമതിയാണ്, അതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നിയത്. എന്നാലും ആ ഒരു 2 കിറ്റ് കൊണ്ട് നമുക്ക് എത്ര കാലം പോകാനായിട്ട് സാധിക്കും? എൻ്റെ മനസ്സിൽ വേറെയും ഒരു പ്ലാൻ ഉണ്ട് എന്നിങ്ങനെ അവൻ പറയുകയാണ്. അനീഷ ആസ്കർ ക്യൂരിയസ്ലി വാട്ട്സ് ദാറ്റ്? അനീഷ എന്താണെന്ന് ചോദിക്കുക. ടച്ചിങ് ദ മാസ്ക് ഓൺ ഹിസ് ഫേസ് ഹി സെഡ് ഡേ ആഫ്റ്റർ ടുമോറോ ഐ ഷോൾ റിമൂവ് ദിസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം അവൻ്റെ മുഖത്ത് മാസ്ക് ഇട്ടിട്ടാണ് നടക്കണം, ഓക്സിജൻ മാസ്ക് ഇട്ടിട്ട്. അപ്പോൾ ആ പറയാണ് ഒരു എന്താ പറയുക, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഡേ ആഫ്റ്റർ ടുമോറോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ മാസ്ക് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ബിഫോർ സൺറൈസ് ദാറ്റ് ഈസ് ദ ഓൺലി വേ ഔട്ട്. സൺറൈസിന് മുൻപേ ആയിട്ട് ആ ഒരൊറ്റ മാർഗ്ഗമേ ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. കാരണം ആ ഒരു മാസ്കിലുള്ള ആ ഒരു കിറ്റിലുള്ള ഓക്സിജൻ കൂടെ വേറെ ആൾക്ക് യൂസ് ചെയ്യാമല്ലോ. അവൻ സ്വയം മരിക്കാൻ റെഡിയാണ് എന്നാണ് ആൾ പറയുന്നത്. ഓക്സിജൻ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ മരിക്കാൻ റെഡിയാണ്. അനീഷ ഷൗട്ടഡ്, അനീഷ ദേഷ്യപ്പെടുകയാണ്. വരുൺ, ഇറ്റ് ഈസ് നോട്ട് യു ബട്ട് മീ ഹു വിൽ ഡു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ല, ഞാനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ ഫാമിലി നീഡ്സ് യു ടു ബ്രിങ് അപ്പ് അവർ കിഡ്സ് ആൻഡ് ലുക്ക് ആഫ്റ്റർ എവറിത്തിങ്. നിങ്ങളെ നമ്മുടെ ഫാമിലിക്ക് ആവശ്യമുണ്ട്, കാര്യങ്ങൾ നടത്താനും കുട്ടികളെ വളർത്താനൊക്കെ നിങ്ങൾ ഉണ്ടായേ തീരുള്ളൂ. ഇൻ ദ ഈവനിങ് വരുൺ സെറ്റ് ഔട്ട് ഫോർ ദ സിറ്റി ബട്ട് അഗെയിൻ കെയിം ബാക്ക് വിത്ത് ഹിസ് എംപ്റ്റി ബാഗ് ലേറ്റ് അറ്റ് നൈറ്റ്. വൈകുന്നേരം വീണ്ടും പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ അർദ്ധരാത്രിയായിട്ടും ആൾ വീട്ടിലോട്ട് വരുന്നത് എംപ്റ്റി ബാഗായിട്ടാണ്. കയ്യിലൊന്നും കിട്ടിയിട്ടില്ല, ആൾക്ക് ഓക്സിജൻ ബാഗൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ സ്വയം ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്നാൽ മാത്രമാണ് കുറച്ച് ദിവസം മറ്റുള്ളവർക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അനീഷ ടു ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ് ഹി വുഡ് ഗെറ്റ് എനി കിഡ്സ്. അപ്പോൾ അനീഷയും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. വെൻ ഹി വാസ് എബൌട്ട് ടു ഹാവ് ദെയർ മോഡസ്റ്റ് ഡിന്നർ വരുൺ ആസ്ക്ഡ് ഹാസ് എവരിവൺ ഈറ്റൻ. അവർ ആ ഒരു മിനിമമായ രീതിയിൽ അവർ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നതാണ്, എല്ലാവരും കഴിച്ചുവോ? യെസ്. വാട്ട് ഡു യു തിങ്ക് ദ ടൈം ഈസ് ഓൺലി ദ 2 of us ആർ ലെഫ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ച സമയം എത്രയെന്നാണ് നിങ്ങളുടെ വിചാരം? നമ്മൾ 2 പേര് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കഴിച്ച് കിടന്നു. ഹാവ് ദ കിഡ്സ് സ്ലെപ്റ്റ്? ഇപ്പോൾ കുട്ടികൾ ഉറങ്ങിയോ ചോദിക്കുന്നുണ്ട്. അതും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡാഡ് ആൻഡ് മോം, അച്ഛനും അമ്മയോ? ദേ ലൈൻ ഡൗൺ ബോത്ത് ഓഫ് ദം ആസ്ക്ഡ് അബൌട്ട് യു സെവറൽ ടൈംസ്. അവരും കിടന്നു, അവർ കുറേ തവണയായി നിങ്ങളെ പറ്റി ചോദിക്കണു. Sitting before his dinner dish, Varun said, I thought of several ways out of this problem, Anisha. കഴിക്കാൻ ഇരിക്കുമ്പോൾ ആളിങ്ങനെ വരുൺ പറയുകയാണ്, ഇങ്ങനെ ഒരുപാട് എന്താ പറയുക മാർഗ്ഗങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചു. മേ ബി ടു നൈറ്റ് വൺ ഓഫ് us ഹാസ് ടു ഡൈ. ദാറ്റ്സ് ദ ഓൺലി വേ ടു സർവൈവ് ഫോർ ദ നെക്സ്റ്റ് 4 to 5 days. സോ നമ്മൾ ഇന്നത്തെ രാത്രി നമ്മൾ ഒരാൾ മരിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇനിയുള്ള 3-4 ദിവസങ്ങൾ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ. കാരണം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഓക്സിജൻ വേറെ ആൾക്ക് യൂസ് ചെയ്യാം. അതും ഒത്തിരി ഒന്നും പറ്റില്ല, 3-4 ദിവസത്തേക്ക്. അപ്പോൾ നമ്മളിലൊരാൾ ഇന്ന് രാത്രി മരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണ്. ഹി പുട്ട് ഡൗൺ ദ റൈസ് ബാക്ക് ടു ദ ബോൾ ആൻഡ് സെഡ് വിതൗട്ട് ഷോയിങ് ഹിസ് എംബറാസ്മെൻറ്റ്. അപ്പോൾ ആൾ എടുത്ത ഫുഡ് തിരിച്ച് പാത്രത്തിലൊക്കെ ഇടുകയാണ്. എന്നിട്ട് അയാളുടെ ആ ഒരു ലജ്ജ പുറത്ത് കാണിക്കാതെ, ആ ഒരു വിഷമം ഒന്നും പുറത്ത് കാണിക്കാതെ ആൾ സംസാരിക്കുകയാണ്. There are 2 old people here. You should now remove the mask of one of them. അപ്പോൾ പറയും, ഇവിടെ പ്രായമായ 2 ആളുകളുള്ളത്, അതായത് അച്ഛനെയും അമ്മയാണ് ഉദ്ദേശിക്കുന്നത്. നീ ഇന്ന് രാത്രി അതിൽ ഒരാളുടെ മാസ്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ആരെയാണ് അവർ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്? പാരൻസിൻ്റെയാണ്, അല്ലെ അച്ഛനമ്മമാരുടെയാണ്, വയസ്സായവരുടെയാണ്. അനീഷ ലുക്ക്ഡ് അറ്റ് ഹിം സ്റ്റാർട്ടിൽഡ് ആൻഡ് സ്റ്റേയേർഡ്. അനീഷ ഞെട്ടിപ്പോവാണ്. ഹൂസ്, ആരുടെയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, യു കുഡ് ഡിസൈഡ് ദാറ്റ്. അതെനിക്കറിയില്ല, അത് നീ തീരുമാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ ജീവൻ എടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ. അതും അധിക കാലം പറ്റില്ല, 3, 4, 5 ദിവസം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഒരു ഭയാനകമായ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റണത്, അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. താങ്ക്